മൈത്രേയി പുഷ്പ എഴുതിയൊരു സ്റ്റോറിയാണ് ബിച്ചുടെ ഹുയെ. ഇതിലെ മെയിൻ ക്യാരക്ടർ സുഗ്രീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് ചന്ത എന്ന് പറഞ്ഞിട്ടൊരു ഭാര്യയുണ്ട്, കൈക്കുഞ്ഞായിട്ടുള്ള മഗ്ന എന്ന പേരുള്ളൊരു പെൺകുഞ്ഞുമുണ്ട്. അങ്ങനെ ഇയാൾ ഭാര്യേനെയും കൂട്ടിയിട്ട് ഗംഗയിൽ കുളിക്കാനായിട്ട് പോവാണ്. ഇതൊരു ഫ്ലാഷ് ബാക്ക് ശൈലി പോലെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗംഗയിൽ കുളിക്കാൻ പോവാണ്. ഈ വൈഫ് മുങ്ങി ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും ഹസ്ബൻഡിനെ കാണുന്നില്ല. അവർ മാസങ്ങളോളം അവിടെ വെയിറ്റ് ചെയ്യാണ്. അയാൾക്ക് മഴയും വെയിലെല്ലാം സഹിച്ച് ഹസ്ബൻഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവർ അവസാനം ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഗ്രാമത്തിൽ തിരിച്ചു വരും. തിരിച്ചു വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കും. അങ്ങനെ കുഞ്ഞ് വലുതായി. ഇനി അവളുടെ വിവാഹത്തിന് 4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 4 ദിവസം ബാക്കി നിൽക്കെ ആ ഗ്രാമത്തിലെ മാസ്റ്ററായിട്ടുള്ള ശങ്കർ എന്ന് പറയുന്ന ആൾ ട്രെയിനിൽ യാത്ര ചെയ്യായിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന സീറ്റിൽ ഒരു സന്യാസി, അയാളുടെ പേര് സ്വാമി ശതാനന്ദ് എന്നാണ്. അപ്പോൾ ഈ സ്വാമി ശതാനന്ദിനെ കാണുമ്പം ഈ മാസ്റ്റർ ശങ്കറിന് തോന്നും ഇത് വർഷങ്ങൾക്ക് മുന്നേ മിസ്സിങ് ആയ സുഗ്രീവാണെന്ന്. അങ്ങനെ ഈ ഒരു സന്യാസിനെ നിർബന്ധിച്ച് ചന്ത എന്ന് പറയുന്ന ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് പോയത് ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് നിർബന്ധിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ ഈ സ്വാമി ശതാനന്ദ് ഇങ്ങനെ ധ്യാനിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ സന്യാസിമാരുടെ ഭാവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്കൂളിൻ്റെ അവിടത്തുള്ള ഒരു സ്ഥലത്ത്. അവിടെ നാട്ടുകാരെല്ലാം കൂടുകയാണ്. അങ്ങനെ ആരോ പോയിട്ട് മഗ്നേനോട് വിവരം പറഞ്ഞു, നിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഗ്ന അവിടേക്ക് എത്തുവാണ്. അപ്പോൾ അവിടുത്തെ തന്നെ ആൾക്കാർ പറയും, ആ മോളെ നിൻ്റെ അച്ഛൻ്റെ കാല് പോയി ഇങ്ങനെ വന്ദിക്കൂ, നിനക്ക് വളരെ വലിയൊരു ഭാഗ്യമാണ് വന്നിരിക്കുന്നത്, കന്യാദാനം നടത്താനായിട്ട് നിൻ്റെ അച്ഛനെത്തി, അപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചന്ത അവൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ ചാക്ക് കെട്ടുമായിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇവളിങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് നേരെ മോളോട് ചോദിക്കും, മോളെ നിനക്കെന്താ, നീ വീട്ടിൽ എന്തോരം ജോലിയുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ നാട്ടുകാർക്കെല്ലാം ഭ്രാന്താണ്, ഏത് സന്യാസി വന്നാലും അത് നിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരും, ഇവർക്കെല്ലാം ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് മോളെയും കൂട്ടിയിട്ട് അവൾ തിരിച്ചു പോവും. സത്യം പറഞ്ഞാൽ ആ സ്വാമി ശതാനന്ദ് ശരിക്കും സുഗ്രീവാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഭാര്യയും മകളും ഇനിയിപ്പോൾ കരഞ്ഞെൻ്റെ കാലൊക്കെ പിടിക്കും, എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. പക്ഷേ അയാൾ വിചാരിക്കുന്നത് ഭാര്യ കരയുമ്പോൾ അവളുടെ കണ്ണീര് തുടയ്ക്കണം, എന്നാലും ഞാൻ സന്യാസിയാണ്, സന്യാസിയുടെ ഭാവങ്ങളൊക്കെ ഇട്ടിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ അയാളുടെ മനസ്സിലൊരു സംഘർഷം നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. പക്ഷെ എന്നാൽ വൈഫ് ഇയാൾ വിചാരിക്കുന്നതിനും എക്സ്ട്രീം ഓപ്പോസിറ്റായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നു, ഇതല്ല ആൾ എന്നൊരു മൈൻഡിൽ പോവാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വന്ന് നമുക്ക് വരുന്നൊരു ഡൗട്ട്, ഇനി വൈഫ് ഇയാൾ തിരിച്ചറിഞ്ഞില്ലേ അതോ തിരിച്ചറിഞ്ഞിട്ട് മനഃപൂർവ്വം എങ്ങനെ പോകുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ചന്ദനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഈ കൈക്കുഞ്ഞ് പാല് കുടിക്കുന്ന പ്രായത്തിൽ ഉപേക്ഷിച്ച് പെട്ടെന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും വെച്ചിട്ട് ഒരുപാട് സഫർ ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നോർമലി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ അവൾക്കുള്ളിൽ ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ പെട്ടെന്നൊരു തവണ അവളെങ്ങനെ ഇട്ടിട്ട് പോയ ഒരാളോട് അവൾക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവളുടെ ആ ഒരു റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ന്യായമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ചന്ത ശരിക്കും ഒരു സ്വയം അഭിമാനമൊക്കെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ്. ഈ സ്റ്റോറിയിലൂടെ റൈറ്റർ സ്ത്രീകളെ പോലെ സ്ത്രീ അല്ലെങ്കിൽ മറ്റുപേക്ഷിതരായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സംവേദന അതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.